മിസ്റ്റർ കൃഷ്ണമൂർത്തി അയാളിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഒന്ന് പറയൂ. ലക്ഷ്മണൻ പോറ്റി കൃഷ്ണമൂർത്തിയെ നോക്കി. ഞാനല്ല അയാളിലേക്ക് എത്തിയത്, ഇവളാണ് അഗ്നിമിത്ര. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. അവൾ എങ്ങനെയാണ് അയാളെ മനസ്സിലാക്കിയതെന്ന് അഗ്നിമിത്ര തന്നെ പറയും. എല്ലാവരും അഗ്നിമിത്രയുടെ വാക്കുകൾക്കായി കാതുകൾ കൂർപ്പിച്ചു. ഞാനൊരു PG സ്റ്റുഡൻ്റാണ്, മിത്ര പറഞ്ഞു തുടങ്ങി. പ്രൊഫസർ ആനന്ദ് ഗംഗാധർ എൻ്റെ സാറാണ്. അദ്ദേഹം ഒരു ദിവസം പ്രോജക്റ്റിന് വേണ്ടി എനിക്കൊരു വർക്ക് തന്നു. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ജയിൽ ശിക്ഷാകാലം എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചാണ് പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടിയിരുന്നത്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആ വർക്ക് ഞാൻ സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർത്തു. ആ വർക്ക് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം എന്നോട് നേരത്തെ ലക്ഷ്മണൻ സാർ പറഞ്ഞ ആ കഥ പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ഭാര്യയും മകളും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി കൊടുക്കണമെന്ന് ഞാനും തീരുമാനിച്ചു. എന്നാൽ അന്നു മുതൽ ഒരാളുടെ കഴുകൻ കണ്ണുകൾ എൻ്റെ പിന്നാലെ വന്നു തുടങ്ങി. അയാൾ പല ആവർത്തി എന്നോട് ഇതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു. ഏതാണ്ട് അതേ സമയത്താണ് എൻ്റെ കൂട്ടുകാരി ദീപിക അപകടത്തിൽപ്പെടുന്നത്. അവൾക്ക് ആരുടെയോ ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും അയാൾ കാണിക്കുന്ന ഡോക്യുമെന്റ്സിൽ ഇവൾ സൈൻ ചെയ്യണമെന്നും നിർദ്ദേശിച്ചതായി അവളുടെ അപകടത്തിന് ശേഷം അവൾ എന്നോട് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, എന്റെയും അവളുടെയും പിന്നാലെ ഉള്ളത് ഒരാളാണെന്ന്. എന്നാൽ അതെന്റെ സംശയം മാത്രമായിരുന്നു. ഉറപ്പിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകൾ ഒന്നുമില്ലല്ലോ. അയാളുടെ പേരറിയാത്തത് കൊണ്ട് ഞാൻ അയാൾക്ക് എക്സ് എന്ന വിശേഷണം കൊടുത്തു. ഞാൻ അയാളെ മിസ്റ്റർ എക്സ് എന്നാണ് വിളിക്കുന്നതെന്ന് അയാൾക്കും അറിയാം. ഞാൻ പോകുന്ന വഴി ശരിയായ രീതിയിലാണെന്ന് എന്നെ ധരിപ്പിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. അങ്ങനെയാവുമ്പോൾ ഞാൻ ഒരിക്കലും അയാളുടെ വഴിയിലേക്ക് ചെല്ലില്ലല്ലോ. ലച്ചു അമ്മ ഓൾഡ് ഏജ് ഹോമിൽ വന്ന കാലം മുതൽ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെയായിരുന്നു. അവർക്ക് ഞാൻ അവർ പ്രസവിക്കാത്ത മകളും. പല കാര്യങ്ങളും ഞാനുമായി ഷെയർ ചെയ്യുമെങ്കിലും ലച്ചു അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ലച്ചു അമ്മയെ കാണാൻ ചെന്നപ്പോൾ അവിടെ വേറെ ഒരാളുണ്ടായിരുന്നു. 2 പേർക്ക് കിടക്കാൻ സൗകര്യമുള്ള ആ മുറിയിൽ 2ാമത്തെ കട്ടിലിൽ കിടന്നിരുന്നത് ഒരു പുതിയ ആളായിരുന്നു, ഒരു ത്രേസ്യ കുട്ടി. അന്ന് ലച്ചു അമ്മയ്ക്ക് പറയാൻ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. വിഷമങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. യാത്രക്കിടയിൽ പറയാമെന്ന് ലച്ചു അമ്മ എനിക്ക് വാക്ക് തന്നു. അപ്പോഴാണ് അപ്പുറത്തെ ബെഡിലേക്ക് ഞാൻ നോക്കിയത്. തലവഴി മൂടി പുതച്ച് കിടന്നിരുന്ന അവരുടെ പുതപ്പിനുള്ളിലൂടെ മൊബൈലിന്റെ നീല വെളിച്ചം ഞാൻ കണ്ടു. ആ കാഴ്ച എന്തോ എൻ്റെ ഉള്ളിൽ സംശയം വളർത്തി. വാതിലിനടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഞാൻ പോവാണ് ലച്ചു അമ്മേ എന്ന് പറഞ്ഞു പോകുന്ന ശബ്ദം ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ വാതിൽക്കൽ തന്നെ നിന്നു. അന്നേരം ആ പുതപ്പിനുള്ളിൽ നിന്നും ഒരു തല പുറത്തേക്ക് വന്നു. അവരൊരു കള്ളിയാണെന്ന് ഞാൻ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു. പാറു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അന്ന് തന്നെ ലച്ചു അമ്മയെ ആ റൂമിൽ നിന്നും മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാമെന്ന് അവരും എനിക്ക് വാക്ക് തന്നു. പിന്നീട് ലച്ചു അമ്മയെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാൻ രാവിലെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മരണവാർത്ത അറിയുന്നത്. തലേ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്ന ത്രേസ്യക്കുട്ടി അപ്രത്യക്ഷയായിരിക്കുന്നു. ലക്ഷ്മിയെ ആ റൂമിൽ നിന്നും എന്തുകൊണ്ടാണ് മാറ്റാതിരുന്നത്? അഗ്നിമിത്ര പറഞ്ഞിട്ടും ആ സ്ഥാപനത്തിന്റെ ഓണർ എന്തുകൊണ്ടത് കേട്ടില്ല? സിയയുടെ ചോദ്യത്തിന് മറുപടി പറയാനായി അവളൊന്ന് ദീർഘനിശ്വാസമെടുത്തു. ഞാൻ പറഞ്ഞ അന്ന് തന്നെ ത്രേസ്യക്കുട്ടിയെ 3 പേരടങ്ങുന്ന മറ്റൊരു റൂമിലേക്ക് മാറ്റിയിരുന്നു. അന്ന് രാത്രിയും പിറ്റേന്നും എനിക്ക് മിസ്റ്റർ എക്സിന്റെ കോൾ വരികയുണ്ടായി. മുഴുവൻ ഭീഷണിയായിരുന്നു. പിറ്റേന്ന് ലക്ഷ്മൺ സാറിന്റെ തറവാട്ടിൽ ലച്ചു അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് ഞാനും വന്നിരുന്നു. ആ കർമ്മങ്ങൾക്കിടയിൽ ഞാൻ ആനന്ദ് സാറിനെ കണ്ടു. ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം നിന്നിടത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പകരം മറ്റൊരാളെ കണ്ടു. ആനന്ദ് സാറിന്റെ പിതൃ സഹോദരന്റെ മകനാണെന്ന് പറഞ്ഞു. പേര് സായ് സാരംഗ്. ആ പേര് പറഞ്ഞതും എന്തോ ചോദിക്കാനായി ഗംഗാധരൻ പോറ്റി ചുണ്ടുകൾ അനക്കി. എന്നാൽ ACP വിശ്വനാഥ മേനോൻ തടഞ്ഞതിനാൽ അയാൾ ഒന്നും ചോദിച്ചില്ല. അയാൾ ആനന്ദ് സാറിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ 2 ദിവസം ഇവിടെ അടുത്തുള്ള എൻ്റെ അമ്മ തറവാട്ടിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ അയാൾക്ക് കൈമാറി. പിറ്റേ ദിവസം അയാൾ എന്നെ വിളിച്ചു. അവിടെ അടുത്തുള്ള ഒരു പുഴയുടെ തീരത്ത് വെച്ച് കാണാമെന്ന് അയാൾ പറഞ്ഞു. അന്ന് എന്നോട് ആനന്ദ് സാറിനെ കുറിച്ച് ഒത്തിരി കഥകൾ പറഞ്ഞു തന്നു. സായ് സാരംഗം ആനന്ദ് സാറും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണെന്നും ലച്ചു അമ്മ അവരുടെ 2 പേരുടെയും മുറപ്പെണ്ണാണെന്നും ലച്ചു അമ്മയുമായിട്ടുള്ള ആനന്ദ് സാറിന്റെ കണക്ഷനും അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും ലച്ചു അമ്മയെ കൊന്നത് ആനന്ദ് സാറാണെന്ന് അങ്ങനെ വരെ പറഞ്ഞു. അന്ന് രാത്രിയിൽ എനിക്ക് അയാളുടെ വേറൊരു നമ്പറിൽ നിന്നും വാട്സാപ്പ് സന്ദേശമെത്തി. പിറ്റേന്ന് കാലത്ത് ആ തറവാട്ടിന്റെ ഉമ്മറത്ത് എന്നെ കാത്തൊരു കത്തുണ്ടാകുമെന്ന് അയാൾ പറഞ്ഞു. പറഞ്ഞ പോലെ കാലത്ത് തറവാട്ടിന്റെ ഉമ്മറത്തു നിന്നും എനിക്കൊരു എൻവലപ്മെന്റ് കിട്ടി. അതിൽ പറഞ്ഞ കാര്യങ്ങളല്ല എന്നെ ഏറെ ചിന്തിപ്പിച്ചത്. അതിലെ കൈയക്ഷരങ്ങളാണ്. എനിക്ക് ഏറെ പരിചിതമായ ഹാൻഡ് റൈറ്റിംഗ്. അത് മനസ്സിലായ നിമിഷം മുതൽ എൻ്റെ മനസ്സ് പുറകിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു മിസ്റ്റർ എക്സ് എന്ന കൊലയാളിയെ.
കൈയക്ഷരം കൊണ്ട് മാത്രം അയാളാണ് കൊലയാളിയെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ മൂർത്തി അങ്കിളിനെ വിളിക്കുന്നത്. എൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കണ്ണുകളാണ് അയാളുടേത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അയാളത് വേഗം തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നി. അതിനാലാണ് അന്വേഷണ ചുമതല മുഴുവൻ ഞാൻ മൂർത്തി അങ്കിളിന് കൊടുത്തത്. SI കിഷോർ മാധവനും കൊടുക്കാമായിരുന്നു. ലക്ഷ്മി വധക്കേസ് അന്വേഷിക്കുന്ന പോലീസ് എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ SIയുടെ പിന്നാലെയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. മൂർത്തിയെങ്കിൽ ആവുമ്പോൾ ആർക്കും സംശയത്തിന് ഇടവരുത്തില്ലല്ലോ. അങ്ങനെയാണ് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ അങ്കിൾ ലക്ഷ്മൺ സാറിന്റെ തറവാട്ടിലേക്ക് എത്തുന്നത്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ ലക്ഷ്മൺ പോറ്റിയെ നോക്കി. ആ കയ്യെഴുത്തിലൂടെയാണ് അഗ്നിമിത്ര അവനിലേക്ക് എത്തിയതല്ലേ? ചുണക്കുട്ടിയ. ACP സാർ നോട്ട് ചെയ്തു വെച്ചോ. നാളെ കേരള പോലീസിന് ഒരു മുതൽക്കൂട്ടാവും ഇവൾ എന്നതിൽ ഒരു തർക്കവുമില്ല. ലക്ഷ്മൺ പോറ്റിയുടെ വാക്കുകൾ ACP വിശ്വനാഥ മേനോനിൽ ഹൃദ്യമായ ഒരു പുഞ്ചിരി സൃഷ്ടിച്ചു. ഞങ്ങൾ ഇവളെ ഒരിക്കലും വിട്ടുകളയില്ല ലക്ഷ്മണൻ പോറ്റി. എന്ത് വില കൊടുത്തും കൂടെ കൂട്ടുക തന്നെ ചെയ്യും. ACPയുടെ വാക്കുകൾ കേട്ടതും കൃഷ്ണമൂർത്തി അഗ്നിമിത്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുടിയിൽ അരുമയോടെ തലോടി. ഇതിലെ വില്ലൻ എന്ന സൂത്രധാരൻ ആരാണെന്ന് നിങ്ങളാരും ഇതുവരെ പറഞ്ഞില്ല. ഗംഗാധരൻ പോറ്റിയുടെ വാക്കുകൾ അവിടെ മുഴങ്ങി. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്കായി. സോറി പോറ്റി, അതിലേക്കാണ് ഞാൻ വരുന്നത്. ACP ഒരു ക്ഷമാപണത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് സഹോദരന്മാരായി എത്ര പേരുണ്ട്? ഒരാൾ, അനിയനാണ്. ACPയുടെ ചോദ്യത്തിന് ഗംഗാധരൻ പോറ്റി മറുപടി പറഞ്ഞു. അയാൾക്ക് എത്ര മക്കളുണ്ട്? ഒരു മകൻ. അയാൾ എവിടെ? ആ ചോദ്യത്തിന് അല്പസമയം ഗംഗാധരൻ പോറ്റി മൗനമായിരുന്നു. പിന്നീട് തുടർന്നു. അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ തറവാട്ടിന്റെ പടി കടന്നാൽ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് അടിച്ചിറക്കിയതാണ്. ദേഷ്യം കൊണ്ട് പല്ലുകൾ ഞെരിച്ചുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. ഇത്രമാത്രം അയാളെ വെറുക്കാനുള്ള കാരണം? ആനന്ദിനേക്കാൾ 4 വയസ്സിന് ഇളയവനായ അവൻ വളർന്നത് ഇവിടെയായിരുന്നു. ആനന്ദിനെന്നും അവനൊരു കുഞ്ഞനുജനായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും അവർക്കിടയിലേക്ക് വന്നു. നേരത്തെ അഗ്നിമിത്ര പറഞ്ഞ കഥയിൽ അവൾ ഒരു മുറപ്പെണ്ണാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കുട്ടിയോട് അയാൾ പറഞ്ഞത് തെറ്റാണ്. എൻ്റെ സഹോദരി പുത്രിയല്ല ലക്ഷ്മി. എൻ്റെ ഭാര്യ സത്യഭാമയുടെ അനിയത്തിയുടെ മകളാണ് ലക്ഷ്മി. അതുകൊണ്ട് തന്നെ ലക്ഷ്മി കുഞ്ഞുനാൾ മുതൽ ആനന്ദിന് സ്വന്തം അനിയത്തിയായിരുന്നു. എന്നാൽ അവൻ, എൻ്റെ അനിയൻ്റെ മകൻ, അവളെ കണ്ടത് കാമക്കണ്ണുകളോടെയാണെന്ന് തിരിച്ചറിയാൻ ഞാൻ ഏറെ വൈകി. സത്യത്തിൽ അവനാണ് അന്ന് ലക്ഷ്മിയോട് ആ ക്രൂരത കാണിച്ചത്. ലക്ഷ്മി ജന്മം നൽകിയ കുഞ്ഞ് അവൻ്റെതായിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട ലക്ഷ്മിക്ക് അവനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാതിരുന്നത് അവൻ്റെ വിജയമായി. ലക്ഷ്മി പ്രസവിച്ചപ്പോഴും കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുത്തപ്പോഴും എൻ്റെ കൂടെ ഒരു നിഴൽ പോലെ അവൻ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ പേരിൽ 25% സ്വത്ത് എഴുതി വച്ചത് തന്നെ അവൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ലക്ഷ്മണൻ പോറ്റി അവളെ കൈയൊഴിഞ്ഞാലോ എന്ന ആശങ്ക അവൻ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് എൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കുന്നതിന് വേണ്ടി അവൻ ഒരു വക്കീലിനെ കൊണ്ട് രഹസ്യമായി ആധാരം തയ്യാറാക്കി എന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവിടെ എനിക്ക് വേറൊരു കളി കളിക്കേണ്ടി വന്നു. അതാണ് ഞാൻ ആനന്ദിനോട് പറഞ്ഞ 3 വർഷം. എൻ്റെ വിൽപത്രം ഞാൻ മുൻപേ എഴുതി വച്ചിട്ടുണ്ടെന്നും 3 വർഷത്തിനുള്ളിൽ ആനന്ദിനൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ ആ കുഞ്ഞിന് സ്വത്ത് കിട്ടുകയുള്ളൂ എന്നും, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാത്ത പക്ഷം നിലവിലുള്ള എൻ്റെ വസ്തുവകകൾ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള അനാഥാലയത്തിന് പോകുമെന്നും വിൽപത്രം എഴുതിയെന്ന് ഞാൻ എല്ലാവരെയും ധരിപ്പിച്ചു. ആനന്ദം അത് വിശ്വസിച്ചു. ജീവിതത്തിനോട് വിരക്തി തോന്നി മദ്യത്തിൽ അഭയം പ്രാപിച്ച അവനെ നന്നാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ടായിരുന്നു. എൻ്റെ വിൽപത്രത്തെക്കുറിച്ചറിഞ്ഞ അനിയൻ്റെ മകൻ ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചു. എൻ്റെ സ്വത്തിൻ്റെ പാതി അവൻ എഴുതി കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകനെതിരെ കള്ളക്കേസുണ്ടാക്കി ജയിലിലടയ്ക്കുമെന്ന് അവൻ എന്നെ താക്കീത് ചെയ്തു. എങ്കിൽ അതിനുശേഷം കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ഇറക്കിവിട്ടു. ഗംഗാധരൻ പോറ്റി പറഞ്ഞു നിർത്തിയതും ACP ഫയലിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് പോറ്റിക്ക് നേരെ നീട്ടി. അയാളത് വാങ്ങി നോക്കിയതും കണ്ണുകളൊന്നിടുങ്ങി. ഇവരാണ് ഈ കഥയിലെ കൊലയാളി. ഞങ്ങൾ പറഞ്ഞ ആളും നിങ്ങൾ പറഞ്ഞ ആളും ഒന്നല്ലേ? ACPയുടെ ചോദ്യത്തിന് അതേ എന്നയാൾ തലയനക്കി കാണിച്ചു. അഗ്നിമിത്ര എഴുന്നേറ്റ് ചെന്ന് ആ ഫോട്ടോ വാങ്ങി. നേരെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഇയാളിലെ കള്ളത്തരം മനസ്സിലാക്കാൻ വലിയ പാടാ. അപ്പോൾ സ്വന്തം മകളെ തന്നെയാണ് അയാൾ ദത്തെടുത്തത് അല്ലേ? ഇയാളുടെ പേര് ഹരിനന്ദൻ എന്നാണെങ്കിൽ ഇയാളെ കൊണ്ട് എനിക്ക് ഇനിയും ഒരുപാട് പറയിപ്പിക്കാനുണ്ട്. സ്വന്തം മകളായ ദീപികയെ ഇയാൾ എന്തിനാണ് കൊല്ലാക്കൊല ചെയ്തതെന്ന് അയാളിൽ നിന്ന് തന്നെ എനിക്കറിയണം. ഇയാളുടെ അറസ്റ്റ് എത്രയും വേഗം നടന്നില്ലെങ്കിൽ ഇയാൾ ഗൾഫിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയിരുന്നു.
ഒരു വാക്കിൽ കൂടി പോലും അയാളിലെ കാപട്യക്കാരൻ പുറത്തു വന്നില്ല. അഗ്നിമിത്ര പേടിക്കണ്ട, എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. ത്രേസ്യ കുട്ടിയെയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ വാർത്തയെക്കുറിച്ച് പുറത്തുവിടാത്തത് കൊണ്ട് ഹരിനന്ദൻ അത് അറിയാൻ വഴിയില്ല. ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടി അഗ്നിമിത്ര ആ വീട്ടിൽ ചെല്ലണം. അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കണം. പിന്നാലെ ഞങ്ങളെത്താം.